നമസ്കാരം. ക്യാൻസർ പഠനത്തിൻ്റെ 27ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. എലികളുടെ ദേഹത്ത് ടാർ പുരട്ടിയിട്ട് ഒരു പരീക്ഷണം നടക്കുകയുണ്ടായി. അപ്പോൾ അവയിൽ പലതിനും ത്വക്കിൽ അർബുദമുണ്ടായി, അതിൻ്റെ തൊലിയിൽ അർബുദം ഉണ്ടായി. മിക്കവാറും എണ്ണത്തിൽ ഉണ്ടായെങ്കിലും ചില എലികളിൽ ഇത് സംഭവിച്ചില്ല. പരീക്ഷണം ആവർത്തിച്ചപ്പോഴും ഈ ചില എലികൾ അതിനെ പ്രതിരോധിച്ചു കണ്ടു. അപ്പോൾ ടാർ അല്ല മറ്റുള്ള എലികളിൽ ക്യാൻസർ ഉണ്ടാക്കിയത്. ടാർ ശരീരത്ത് ചെന്നപ്പോൾ അവയുടെ ശരീരത്തിൽ നടന്ന പ്രതിപ്രവർത്തനങ്ങളുടെ ടാർ അവ സ്വീകരിച്ച മനോഭാവത്തിൻ്റെ എല്ലാം ചേർന്നുള്ള ചില ഘടകങ്ങൾ രോഗമുണ്ടാക്കുന്നതിലും രോഗത്തിൽ നിന്ന് അവയെ രക്ഷിക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വയമേവയോ മറ്റ് സാഹചര്യങ്ങളിലോ ആണ്, അല്ലെങ്കിൽ അവയുടെ സങ്കര സാഹചര്യങ്ങളിലാണ് മാതൃകോശങ്ങൾ അർബുദ പരിണാമങ്ങളിലേക്ക് വിധേയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അർബുദപരങ്ങളായ രോഗങ്ങളിലേക്ക് തൻ്റെ തന്നെ മാതൃകോശം തൻ്റെ കോശങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രക്രിയ മാതൃകോശാന്തമായ അവബോധത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അർബുദ ചികിത്സ നടക്കേണ്ടത് മാതൃകോശങ്ങളിലാണ് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞു വരുന്നത്. അല്ലാതെ രോഗം ബാധിച്ച അവയവങ്ങളിലല്ല, അല്ലെങ്കിൽ ആ മുഴകളിലല്ല, അല്ലെങ്കിൽ ആ കോശങ്ങളിലല്ല ചികിത്സകളുടെ കേന്ദ്രീകരണം നടക്കേണ്ടത്. മാതൃകോശങ്ങളിൽ പുറത്തുനിന്ന് സംഭവിച്ചതായാലും ജനിതകമായാലും പാരമ്പര്യമായാലും എന്തു തന്നെ ആയാലും മാതൃകോശങ്ങളിൽ എന്ത് സംഭവിച്ചു, അത് സംഭവിക്കാൻ കാരണമായ കാര്യം എന്ത് എന്നുള്ളതാണ് പ്രധാനമായും പഠിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഭാവങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ഭാവങ്ങൾ, ഒരു വസ്തു കാണുമ്പോൾ അത് സ്വാദുള്ളതാണ് എന്ന് വിചാരിക്കുമ്പോൾ അത് കഴിക്കുന്ന ആളെ നമ്മൾ സന്തോഷപൂർവ്വം നോക്കും. എന്നാൽ അത് അതീവ കയ്പുള്ള ഒരു വസ്തുവാണെന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾ കഴിക്കുന്നത് നമ്മൾ പുളിയുള്ളതാണെന്ന് പറയുമ്പോൾ നമ്മുടെ വായിലും വെള്ളം വന്നേക്കും. ഒരു പക്ഷേ ആ സാധനം യഥാർത്ഥത്തിൽ മധുരമുള്ളതായിരിക്കും. അതായത് ഒരു ഭാവത്തിന് നമ്മളിൽ ഒരു ക്രിയാത്മകമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ, അതായത് ഭാവാത്മകതയിൽ സക്രിയത ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാം. നമ്മുടെ ഓരോ ചിന്തയിലും ഓരോ ഭാവത്തിലും ഓരോ പ്രവൃത്തി ശരീരത്തിലും ശരീരത്തിന് പുറത്തും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം രൂപപ്പെടുന്നുണ്ട്. ഈ ഭാവാത്മകത ഉണ്ടാക്കുന്ന സക്രിയത തന്നെയാണ് ഇവിടെയും കാണേണ്ടത്. ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു വസ്തു ഏത് ഭാവത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു, ആ വസ്തുവിൻ്റെ ആ സമയത്തെ ഭാവം എന്താണ് എന്നതെല്ലാം അത് ശരീരവുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നതിനെ സ്വാധീനിക്കും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഒരു രോഗം കണ്ടുപിടിക്കാൻ ആധുനികർ ഉപകരണങ്ങൾ വഴി ശ്രമിക്കുമ്പോൾ കോശങ്ങളിലെ വ്യതിയാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരീക്ഷണത്തിലെ അളവുകൾ കണ്ട് ഒരു രോഗത്തെ സംശയിക്കുന്നു. കോശം രോഗബാധിതമാണെന്ന് ഉടനെ തീരുമാനിക്കുകയും അതിനനുസരിച്ച ചികിത്സ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. പലപ്പോഴും ആ ചികിത്സയാണ് ഒരാളെ യഥാർത്ഥത്തിലുള്ള രോഗിയാക്കുന്നതും അയാളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി ഭാവാത്മകമായി എളുപ്പമായി മാറും. കോശങ്ങളിലെ ഭാവാത്മകതയും അതിലൊളിഞ്ഞിരിക്കുന്ന സക്രിയതയും, ഇവ രണ്ടും കോശത്തിൻ്റെ സ്വഭാവമാണെന്ന്
തിരിച്ചറിയണം എന്നർത്ഥം. ചികിത്സ കൊണ്ടൊന്നും ഒരു കോശത്തെ അതിൻ്റെ മൗലിക സ്വഭാവത്തെ നമുക്ക് മാറ്റിമറിക്കാനാവില്ല. കോശത്തിന് ഒരു മൗലിക സ്വഭാവമുണ്ടാകും. നമ്മൾ അതിലേക്ക് എന്ത് തരം രാസവസ്തുക്കൾ കൊടുത്താലും അല്ലെങ്കിൽ ഏത് തരം ബാഹ്യമായ ഇടപെടലുകൾ നടത്തിയാലും അതിൻ്റെ മൗലിക സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഓരോ കോശത്തിനും ഒരു തലച്ചോറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അറിവിൻ്റെ ഒരു ശേഖരം അതിലുണ്ട്. ഈ അറിവിനെ മാറ്റിമറിക്കാൻ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് കഴിയില്ല. അഥവാ കഴിഞ്ഞാലും അതൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്കാണ് കോശങ്ങളെ കൊണ്ടുപോവുക എന്നറിയേണ്ടതുണ്ട്. അങ്ങനെ ഇത് ഇന്ന രോഗമാണ് എന്ന് ഡോക്ടർ തീരുമാനിച്ച് രോഗിക്ക് കൊടുക്കുന്ന ഔഷധങ്ങൾ, സർജറി, റേഡിയേഷൻ, കീമോ ഇവയെല്ലാം രോഗിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും കോശത്തിൻ്റെ മൗലിക സ്വഭാവം നിലയ്ക്കാത്തതും അവ വീണ്ടും വീണ്ടും ചെയ്യുന്ന ചികിത്സകളെ എതിർക്കാനോ അല്ലെങ്കിൽ അവയ്ക്ക് കീഴടങ്ങാത്ത ഒരു പോരാളിയുടെ ഭാവം കൈവരിക്കാനോ സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ ആധുനിക ചികിത്സയുടെ ഫലങ്ങൾ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. കോശങ്ങൾ സ്വയമേവയോ ചുറ്റുപാടുകളിലോ ഇങ്ങനെ സക്രിയമാകുന്ന അവസ്ഥയിൽ ഈ ഒരു തിരിച്ചറിവിൽ ഗ്രന്ഥികളെ, വിദ്രതികളെ, അതായത് മുഴകളെ, ദുഷ്ടവ്രണങ്ങളെ, അവ ഉളവാക്കുന്ന അനേകം ജനിതക കോശ സമൂഹങ്ങളെ പ്രാചീനർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശാസ്ത്രജ്ഞർ പെട്ടെന്നൊന്നും സമ്മതിച്ചു തരില്ല. ശരീരത്തിൽ മാംസ്യം, അന്നജം, കൊഴുപ്പ് തുടങ്ങിയവയെ പരസ്പരം ദഹിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഒരു മരുന്നും രോഗി കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ എന്തെല്ലാം പാരസ്പര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് പരിഗണിക്കാതെ ബാഹ്യ പരീക്ഷണങ്ങളിലൂടെ ഒരു വർഗത്തിൻ്റെ ഘടനകളെ മാത്രം അവലംബിച്ച് മുഴുവൻ ആളുകൾക്കുമായി ഒരു വൈദ്യശാസ്ത്രം ഉണ്ടാക്കുക എന്ന ഭീമാബദ്ധമാണ് ഇന്നത്തെ ആധുനികർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, ഏതാനും വ്യക്തികളിൽ അല്ലെങ്കിൽ ഏതാനും മൃഗങ്ങളിൽ, ഏതാനും പക്ഷികളിലെല്ലാം ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവ സർവ്വലോകത്തിനും ബാധകമാകുന്ന ഒരു ആരോഗ്യശാസ്ത്രമായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിയിലോ ഏതാനും വ്യക്തികളിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെയോ മാത്രം ശരീര, മാനസിക, സാമൂഹ്യ ജീവിത ഘടനകളെ പരിഗണിച്ച് അവിടെ നടത്തുന്ന പരീക്ഷണത്തിൽ തെളിയുന്ന ഒരു കാര്യം ലോകത്ത് മുഴുവനുള്ള ആളുകൾക്കും ബാധകമാക്കുന്ന ഈ വലിയ വിഡ്ഢിത്തം ഇനിയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കേണ്ടതല്ലേ? കുന്നിൻപുറത്ത് ജീവിക്കുന്ന വ്യക്തിയുടെയും കടപ്പുറത്ത് ജീവിക്കുന്ന വ്യക്തിയുടെയും ജലം തീരെ ലഭിക്കാത്ത സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തിയുടെയും മാംസം കഴിക്കുന്ന വ്യക്തിയുടെയും മത്സ്യമാംസങ്ങളും മദ്യവും ഉപയോഗിക്കുന്ന വ്യക്തിയുടെയും ശരീരത്തിൻ്റെ കോശങ്ങൾ, അത് പ്രത്യേകിച്ചും അവരുടെ തലമുറകളും അങ്ങനെ ശീലിച്ചു വന്നവരാണെങ്കിൽ ഇവരെല്ലാം വ്യത്യസ്ത ശരീരഘടനയും വ്യത്യസ്ത കോശഘടനയും ഉള്ളവരായിരിക്കും എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്കറിയാം. ഇവർക്കെല്ലാം അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഏതെങ്കിലും ഗവേഷണശാലകളിൽ ഏതാനും പേരിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മരുന്ന് പ്രയോഗിക്കുന്നത് യുക്തിപരമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വ്യക്തിയിൽ, ഒരു വർഗത്തിൽ നടത്തിയ പരീക്ഷണത്തെ അവലംബിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ ചികിത്സിക്കാൻ പോവുകയാണ് ആധുനിക ആരോഗ്യശാസ്ത്രം ചെയ്യുന്നത്. എന്നാൽ പൗരാണിക വീക്ഷണത്തിൽ, ആയുർവേദ വീക്ഷണത്തിൽ ഓരോ വ്യക്തിയെയും പഠിക്കുകയും അവൻ്റെ
ജീവിത രീതികളെ പഠിക്കുകയും അവൻ്റെ പ്രായം, വർഗം, വർണ്ണം, ജോലി അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ പഠിച്ചുകൊണ്ട് അവന് വരാവുന്ന രോഗങ്ങളും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ നിദാനങ്ങളും പരിണാമവുമെല്ലാം പണ്ടുള്ളവർ പഠിക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്തു. അതിനും പുറമെ ഇനിയും അനേകം സാധ്യതകൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു.